അതിനുശേഷം വണ്ടിയിലേക്ക് പിടിച്ച് തള്ളുകയായിരുന്നു അല്ലേ? അതെ, വണ്ടിയിലേക്ക് എൻ്റെ മോനെക്കാട്ടി പ്രായം കുറഞ്ഞ ഒരു പയ്യനാണ് എന്നെ മുതുകുത്തിന് പിടിച്ച് തള്ളി വണ്ടിയിലേക്ക് എറിഞ്ഞത്. എന്നിട്ട് ഒരാളിരിക്കുന്ന സീറ്റിലേക്ക് രണ്ടവനും കൂടെ കയറി ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് ഞാൻ എൻ്റെ കാലിലെ പ്രശ്നം പറഞ്ഞ് കരഞ്ഞത്. കാറിന്റെ ഇടയിൽ കുടുങ്ങിയോ? അതെ, കാലിന്റെ ഇടയിൽ കുടുങ്ങി. അപ്പൊ ഈ കാല് വെട്ടുമെന്ന് പറഞ്ഞത് ആരാണ്? ആ പയ്യനാണ് പറഞ്ഞത്. അതായത് SFIയുടെ ഏരിയ പ്രസിഡന്റ് ആണ് അത് ചെയ്തത്. കൃത്യമായി ഞാൻ പേര് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പോലീസിന്. ഇപ്പോൾ പ്രതിപട്ടികയിലുള്ളതിൽ ആ പേരുണ്ടോ? ഇല്ലല്ലോ. ഉണ്ട്. ഞാൻ കൊടുത്ത പേര്, ഞാൻ ഇത്രയും പേരുടെ പേര് ഞാൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ ആളുകളെ അല്ല അവർ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ 1-ാം പ്രതി ഏരിയ സെക്രട്ടറി, 2-ാം പ്രതി മുനിസിപ്പൽ ചെയർപേഴ്സൺ, 3-ാം പ്രതി വൈസ് ചെയർമാൻ, 4-ാം പ്രതി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അല്ലേ? അതുപോലെ ഏരിയ കമ്മിറ്റിയുടെ ഏരിയ ഓഫീസ് സെക്രട്ടറി, അതുപോലെ തന്നെ പിന്നെ ഏരിയ കമ്മിറ്റി അംഗം അരുൺ അശോകൻ, അവരുടെയൊക്കെ പേര് ഞാൻ കൊടുത്തിട്ടുണ്ട്. അവരെ പ്രതി ചേർത്തിട്ടില്ലേ? അവരെ പ്രതി ചേർക്കണം. എനിക്ക് ശ്വാസതടസ്സമുണ്ട്, അതുകൊണ്ട് ഒരുപാട് സംസാരിക്കാൻ മനസ്സിലാകുന്നു. ഞാൻ അധിക സമയം എടുക്കില്ല ശ്രീമതി കലാരാജു. എന്തുകൊണ്ടാണ് ഇന്നിപ്പോൾ രഹസ്യമൊഴി നൽകാൻ മജിസ്ട്രേറ്റിനെ കാണാതിരുന്നത്? ഇന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റ് മുതൽ എനിക്ക് ശ്വാസതടസ്സം ഉണ്ടായിരുന്നു. ECG എടുത്തപ്പോൾ വേരിയേഷൻ കണ്ടു. അപ്പൊ എക്കോ ഒക്കെ എടുത്ത് ഡോക്ടറുടെ ആ ഒരു ഇതിൽ പ്രകാരം എനിക്ക് പുറത്തു പോകാൻ പറ്റുള്ളൂ. അപ്പൊ എന്ന് കൊടുക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ടോ? ഇപ്പം ഡോക്ടർ വന്ന് നമുക്ക് അത് ഓക്കെ ആണെന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഇത് കൊടുക്കാൻ പോകാൻ പറ്റുള്ളൂ. യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട് എനിക്ക്. അപ്പൊ ഒന്ന് ശ്വാസം വലിച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അന്നത്തെ സംഘർഷത്തിൽ സംഭവിച്ചതാണോ? അതെ. ഈ പോലീസുകാരുടെ പങ്ക് കൂടി ഒന്ന് പറയാമോ? അന്ന് പോലീസുകാർ യഥാർത്ഥത്തിൽ അവിടെ ഹൈക്കോടതി ഉത്തരവ് പ്രകാരം കാര്യങ്ങൾ നിരീക്ഷിക്കാൻ വന്നതാണ്. പ്രശ്നങ്ങളില്ലാതെ അവിടെ അവിശ്വാസ പ്രമേയത്തിൽ തടസ്സങ്ങളില്ലാതെ കാര്യങ്ങൾ നടത്താൻ വേണ്ടി പോലീസിനെ വിന്യസിച്ചതാണ്. പക്ഷേ പോലീസ് യഥാർത്ഥത്തിൽ ഈ അക്രമികൾക്ക് കൂട്ടുനിൽക്കുകയായിരുന്നു, അങ്ങനെയാണ് പ്രതിപക്ഷം പറയുന്നത്. DYSP നോക്കി നിൽക്കുന്നു. ഒരു ലോറി മുന്നിൽ വന്നു നിന്നപ്പോൾ ആ ലോറിയെ മാറ്റി ഈ താങ്കളെ പിടിച്ചു കയറ്റിയ വാഹനത്തിൽ പോകാൻ വഴിയൊരുക്കുകയാണ് ചെയ്തതെന്ന്, അങ്ങനെയാണോ സംഭവിച്ചത്? അതെ. ഇത്രയും പോലീസുകാർ വിചാരിച്ചാൽ ഒരുപക്ഷെ ഈ ജനക്കൂട്ടത്തിനെ നിയന്ത്രിക്കാൻ പറ്റും. വളരെ നല്ലൊരു സംഖ്യ പോലീസ് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ വിചാരിച്ചായിരുന്നെങ്കിൽ എന്നെ ഈസി ആയിട്ട് ഓഫീസിലേക്ക് കടത്തി വിടാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇവര് എന്നെ ഇതുപോലെ മുടിച്ചു കുത്തിപ്പിടിച്ച് വണ്ടിയുടെ അടുത്തേക്ക് കൊണ്ടുവന്ന സമയത്ത് എന്നെ അകത്താക്കി കഴിഞ്ഞ് ഡോർ അടച്ചു കൊടുക്കാൻ സഹായിക്കുകയാണ് ചെയ്തത്. അവരെയൊക്കെ വണ്ടി കടന്നു പോകാനുള്ള സൗകര്യവും ഒരുക്കി കൊടുത്തതും പോലീസുകാരാണ്. എനിക്കറിയാം കലാരാജു, താങ്കൾ ആശുപത്രിയിൽ നിന്നാണ് നമ്മളോട് പ്രതികരിക്കുന്നത്. ദയവായി അല്പനേരം ഫോണിൽ തുടരണം. അടിക്കടി സംസാരിക്കേണ്ടതില്ല. ഞാനൊന്ന് ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.